ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത കോഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ആ കോഴ്സ് എന്താണെന്നും അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ പറ്റിയുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ 2 ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ബാച്ചിൽ ഞങ്ങൾ പഠിപ്പിച്ചത് HTML-ഉം CSS-ഉം ബേസിക്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റുമാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ബാച്ചിൽ, രണ്ടാമത്തെ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ 10 പ്രോജക്ട്സ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ബാച്ചിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പേഴ്സണലി എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതും ഇപ്പോൾ നമ്മുടെ എല്ലാ കമ്പനികളിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് റിയാക്ട് JSൻ്റെ ആ ഒരു അറിവെന്ന് പറഞ്ഞാൽ. അപ്പോൾ കാരണം നമുക്കറിയാം, നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പം HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും കൊണ്ട് മാത്രം നമുക്കൊരു കമ്പനിയിലേക്ക് ഇപ്പം ഒരു ജോലി നേടാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും തന്നെ ഇപ്പോൾ റിയാക്ട് JS ചോദിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഞാൻ വലിയ 2 മാറ്റങ്ങൾ വരുത്തിയത് ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചത്, അതിനുശേഷം അതുവഴി ഞാൻ റിയാക്ട് JS പഠിച്ചത്. ഈ 2 കാര്യങ്ങൾ പഠിച്ചതോടുകൂടി എൻ്റെ കരിയറിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ ചാനലാണെങ്കിൽ പോലും ഇന്ന് ഇത്രയും പേരിലേക്ക് എത്തപ്പെടാനും ഈ ചാനലിൽ മോണിറ്റൈസ്ഡ് ആവാനും ഒക്കെ കാരണമായത് എൻ്റെ ആ ഒരു റിയാക്ട് സീരീസ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ റിയാക്ട് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ട് സീരീസിൻ്റെ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് തന്നെ കുറേ പേർക്ക് ജോലി ആയി എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ ലൈവ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എല്ലാ ദിവസവും ഇരുന്ന് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് പിന്നീട് കാണുമ്പോൾ ഇപ്പോൾ എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക്, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് www.webdiary.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിയാക്റ്റ് പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ഞങ്ങൾ ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും നമുക്ക് ക്ഷണിക്കാൻ പറ്റത്തില്ല. കാരണം ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ചെങ്കിലും ബേസിക്സ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിതിലേക്ക് കയറുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തുമില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈ ഒരു കോഴ്സിലേക്ക് ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫോർ റിയാക്ട് JS എന്ന് പറഞ്ഞ ഒരു സെഷനിലായിരിക്കും. അവിടെ നമ്മൾ ES മൊഡ്യൂൾസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ടെംപ്ലേറ്റ് ലിറ്ററൽസ്, ആരോ ഫങ്ഷൻസ്, പാരാമീറ്റേഴ്സ് ഓഫ് ഫങ്ഷൻസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റേഴ്സ്, പിന്നെ അറേ മെത്തേഡ്സ്, റെഡ്യൂസ്, ഫിൽറ്റർ, ഇൻക്ലൂഡ്സ്, ഇൻഡെക്സ് ഓഫ്, പിന്നെ ഡീസ്ട്രക്ചറിങ് എന്താണ്, റെസ്റ്റും സ്പ്രെഡ് ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ യൂസേജ് എന്താണ്, പിന്നെ ഓപ്പറേഷണൽ ചെയിനിങ് എന്താണ്, പിന്നെ കുറച്ച് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടീസും, പിന്നെ പ്രോമിസസും അവൈറ്റും, ഇങ്ങനെ കുറേ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച്, അതായത് റിയാക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ആദ്യത്തെ 2 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് റിയാക്റ്റിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബേസിക്സ് ഒക്കെ അറിയാം, കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഈ ആദ്യത്തെ 2 ക്ലാസ് കൊണ്ട് നമുക്കതൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിഹരിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത സെഷൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ എന്താണ് റിയാക്ട് JS, എന്തിനാണ് റിയാക്ട് JS ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ റിയാക്ട് JS കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ നോക്കുന്നത്. മൂന്നാമത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് കമ്പോണൻ്റ് ആർക്കിടെക്ചറും JSXനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ടൈപ്സ് ഓഫ് കമ്പോണൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പോണൻസിന് പേര് കൊടുക്കേണ്ടത്, എങ്ങനെയാണ്
നമ്മുടെ കമ്പോണൻറ്റിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, JSX എന്താണ്, എന്തിനാണ് നമ്മൾ JSX ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ നോക്കുന്നത്. ഇനി 4ാമത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് സ്റ്റൈലിംഗ് കമ്പോണൻസിനെ പറ്റിയാണ്. നമ്മളിപ്പം സാധാരണ ഒരു വെബ്സൈറ്റ് ചെയ്താലും റിയാക്റ്റിലൊരു വെബ്സൈറ്റ് ചെയ്താലും നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന CSS എന്ന് പറയുന്നത് വളരെ അനിവാര്യത കൂടിയ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ റിയാക്റ്റിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് രീതിയിലാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇൻലൈൻ CSS ആണോ, റെഗുലർ CSS ആണോ, CSS മൊഡ്യൂളായിട്ടാണോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അതിൻ്റെ അടുത്ത സെഷനിൽ നമ്മൾ റിയാക്റ്റിൻ്റെ പ്രോപ്സിനെ പറ്റി പഠിക്കും. എന്താണ് പ്രോപ്സ്, എന്തിനാണ് പ്രോപ്സ് ഉപയോഗിക്കുന്നത്, എന്താണ് പ്രോപ്സ് ഡ്രില്ലിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിയാക്റ്റിൻ്റെ ഈവൻറ്റ്സ്, കണ്ടീഷണൽ റെൻഡറിങ്, ലിസ്റ്റ്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റിയാക്റ്റ് സ്റ്റേറ്റ്, അതായത് റിയാക്റ്റിനെ പറ്റി കുറച്ചെങ്കിലും അറിവുള്ളവർക്കറിയാം, സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കൺസെപ്റ്റാണ്, വളരെ കോറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട പോർഷൻസ് എല്ലാം നമ്മൾ സ്റ്റേറ്റായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം എന്താണ് റിയാക്റ്റിൽ സ്റ്റേറ്റ്, എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്, സ്റ്റേറ്റും പ്രോപ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മളൊരു ഹുക്ക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സെഷനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പോണൻറ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. കമ്പോണൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്റ്റിനകത്ത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പോണൻസിനെ റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ അൺമൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ റിയാക്റ്റിൻ്റെ റൗട്ടറിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ സ്റ്റേറ്റ് മാത്രമല്ല, സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഹുക്സ് മാത്രമല്ല, വേറെ കുറേ ഹുക്സ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ HTTP മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഗ്ലോബൽ സ്റ്റേറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ എനിക്ക് തോന്നുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ രീതി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നൊരു തിയറി പഠിക്കുകയാണെങ്കിൽ ആ തിയറി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു പ്രോജക്റ്റ് നമുക്ക് മസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ്. അപ്പം നമ്മൾ തിയറി പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പ്രോജക്റ്റും ബിൽഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റിയാക്റ്റിനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റിയാക്റ്റിൻ്റെ കോഴ്സിൻ്റെ പേര് നമ്മൾ റിയാക്ട് റെസിപ്പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ പോയിട്ട് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൺവിൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല എന്ന് മാത്രമേ നമുക്കൊരു ഉറപ്പ് തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.